ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു BR റാങ്ക്ഡ് സ്ക്വാഡ് മാച്ചാണ്. റാങ്ക് പുഷിംഗ് ആണ്. അങ്ങനെ ആദ്യം ഞങ്ങൾ ഇപ്പുറത്ത് 2-3 സ്കോർ ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തിട്ട് ഞാൻ അടിച്ചിട്ട് നോക്കാക്കി. അപ്പോഴത്തേക്കും പുറകെ വന്നാൽ എന്നെ അടിച്ച് അവിടെ നോക്കാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു. പക്ഷേ നമ്മൾ ടീംമേറ്റ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടീംമേറ്റ് നമ്മളെ കട്ട സപ്പോർട്ടായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അവളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ അവനെ പോയി ലൂട്ടൊക്കെ എടുത്ത് മെഡിക്കറ്റൊക്കെ അടിച്ച് ഓടിന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ടീംമേറ്റ് ഫ്രണ്ടിൽ നിന്ന് അടിക്കുന്നിടത്തിന് അവൻ ഗ്ലൂ ഒക്കെ ഇട്ട് മറച്ചേക്കുന്നത്. അങ്ങനെ അവനെ ഞാൻ നോക്കാക്കിയിട്ട് അവൻ്റെ കില്ല് ഞാൻ എടുത്ത്. പിന്നെ ലാസ്റ്റ് സോണാണ്. അപ്പോൾ നമ്മൾ അത് നേരത്തെ പോയാലല്ലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സോണിൽ പെട്ട് നമ്മൾ ഡെഡ് ആവത്തില്ലേ. അങ്ങനെ ഞങ്ങൾ പോകാൻ എടുത്ത് ഞങ്ങൾ ടീമേറ്റിനെ സൈഡിൽ നിന്ന് ആരും നല്ലതുപോലെ നൈസായിട്ട് അടിച്ചു വിട്ടു. പിന്നെ അവനെ റിവൈവ് അടിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് ലാസ്റ്റ് സോണായിട്ട് സേഫ് സോണിൽ കയറണം. പിന്നെ ആ കല്ലിൻ്റെ മണ്ടയിലൊക്കെ കയറി നോക്കി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ ആരും ഇല്ല. ഇവിടെ നിന്ന് അടിച്ചെന്ന് പോലെ അറിയാൻ വയ്യ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഓടി നോക്കിയപ്പോഴത്തേക്ക് എന്നെ സൈഡിൽ നിന്ന് കുറച്ച് ഡാമേജ് എനിക്ക് വന്നു. അങ്ങനെ ഇൻഹേലറൊക്കെ ഉപയോഗിച്ച് ഞാൻ അവിടെ നോക്കിയത് ആരാ അടിച്ചത്. പക്ഷെ നമ്മൾ ആരെയും ഒരുപാട് നേരം കൊണ്ടേ അടിക്കും, നമ്മൾ ആരെയും കാണുന്നില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നു ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് നിന്നായിരുന്നു. അപ്പോൾ അവിടെ ആരും ഇല്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഓടി സേഫ് സോണിൽ കയറാൻ വേണ്ടി ഓടിയതാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ട് നിൽക്കാതെ എടുത്ത്. പക്ഷെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വെടി ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും നോക്കുന്നു, പക്ഷേ അവിടെ ഒന്നും ആരുമില്ല. എല്ലായിടത്തും ഞങ്ങളിങ്ങനെ കണ്ണ് പരക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒന്നും ആരുമില്ല. ലാസ്റ്റ് സോണല്ലേ, ഫൈനൽ ഫൈറ്റുമാണ്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടിൽ ഒരുത്തും നിൽക്കുന്നു. നിങ്ങൾ കണ്ടോ ഗൈസ്? അപ്പം ഞാൻ ഗ്ലൂ വാളൊക്കെ ഇട്ട് പെട്ടെന്ന് 2-3 അടി അടിച്ച് അവനെ നോക്കാക്കിയിട്ട് അങ്ങനെ അവൻ്റെ കില്ല് ഞാൻ അങ്ങ് എടുത്ത്. പിന്നെ നോക്കി നമ്മളെ ടീംമേറ്റ് നോക്കായി പോയി. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ വെടി ഉണ്ടകൾ പായുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നവനെങ്കിൽ 2 അടി കൊടുത്തപ്പോഴത്തേക്കും എനിക്കും കുറച്ച് ഡാമേജ് കിട്ടി. അപ്പോഴത്തേക്കും നമ്മളെ ടീംമേറ്റ് എൻ്റെ കില്ല് കുമ്മി ഗൈസ്. നമ്മളെന്ത് സഹിക്കും, നമ്മൾ കില്ല് കുമ്മുന്നത് നമ്മൾ സഹിക്കത്തില്ല അല്ലേ ഗൈസ്? കഷ്ടപ്പെട്ട് ഒപ്പിച്ച കില്ലുകളാണ്. പിന്നെ ഇത്രയും നേരം വെടിവെച്ച ശബ്ദം തോന്നില്ല. അവിടെ ആയിരുന്നു നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ അടിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നേരമായിട്ട്. അതുകൊണ്ട് അവിടെ ഒരു സ്കോർ ഉണ്ട് ഗൈസ്. കണ്ടോ, ഞാൻ അവന്മാരെ ഒരു അടി അടിക്കാൻ നേരത്തെ അവന്മാർ എന്നെ അവിടെ നോക്കാക്കിയിട്ട് ഗൈസ്. പക്ഷെ എൻ്റെ ടീംമേറ്റ് ഉണ്ടായിരുന്നു കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ അവിടെ പടമായേനെ. ടീംമേറ്റ് നല്ല സപ്പോർട്ടീവായ ടീംമേറ്റാണ് ഗൈസ്. അതുകൊണ്ട് ഏതോ ഒരു ഹിന്ദിക്കാരൻ പായാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല രീതിയിൽ അയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ റിവൈവ് അടിച്ച് പെട്ടെന്ന് അവന്മാർ കയറി അങ്ങ് വന്നു ഗൈസ്. അങ്ങനെ എൻ്റെ ടീംമേറ്റിനെ നോക്കാക്കിയിട്ട് അങ്ങനെ എനിക്ക് മെഡിക്കറ്റ് അടിക്കാൻ പോകുന്ന സമയം തന്നില്ല. അതിന് അവന്മാർ ഫ്ലാഷ് ഫ്രീസൊക്കെ ഇട്ട് എന്നെ അവന്മാർ കൊന്നു ഗൈസ്.